കൊല്ലത്തും പത്തനംതിട്ടയിലും ആരോഗ്യമന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലും കൊല്ലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഒരേസമയം പത്തനംതിട്ടയിലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേട്ടില്ല. ഈ സമരം ഒരു സൂചനാ സമരമാണ്. ഇനി വരാൻ പോകുന്ന മുഴുവൻ ദിവസങ്ങളിലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഒരേസമയം പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമെങ്കിൽ തൊട്ടിപ്പുറത്തെ സ്ക്രീനിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ തള്ളി മറിച്ചിടാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പത്തനംതിട്ടയിൽ നന്ദുഷയുണ്ട്. നന്ദുഷ, എത്ര വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എത്ര കണ്ട് പ്രവർത്തക പങ്കാളിത്തമുണ്ട്? പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? 100-ലധികം കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു മാർച്ചാണ്. ഓഫീസിന് മുന്നിലേക്ക് കടക്കുന്ന റോഡിൽ തന്നെ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞു. പക്ഷേ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് മാർച്ചിനെ തടയാനായി ഇവിടെ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് കെട്ടിയ വടം പ്രവർത്തകർ അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബാരിക്കേഡിനുള്ളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അക്രമാസക്തമായിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഇപ്പോൾ ഉണ്ടായി. അതിനുശേഷമാണ് ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് കടന്നെത്തിയത്. ഏതായാലും മാർച്ച് വളരെയേറെ അക്രമാസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ ഭാഗമായി എത്തിയിട്ടുള്ള പ്രവർത്തകരും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഈ മാർച്ചിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള, അതായത് പോലീസിന്റെ എണ്ണത്തിൽ കുറവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം പ്രവർത്തകരെ തടയാനുള്ള പോലീസ് സംവിധാനം ഇവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ബാരിക്കേഡ് ഉൾപ്പെടെ കെട്ടിക്കൊണ്ട് പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പോലീസ്. ഏതായാലും മാർച്ച് പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൊല്ലത്തും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.